So good evening all. നമ്മൾ ഒരു ഐ തിങ്ക് ഒരു 4-5 days ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും കാണുന്നത്. അതില് കുറച്ചുപേർ എന്നോട് പറഞ്ഞു ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല, അവർക്ക് യാത്രയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ഐ എം ഹോപ്പിംഗ് കുറച്ചുകൂടെ ജോയിൻ ചെയ്യുന്ന വിശ്വസിക്കുന്നു. സോ ടുഡേ വി ക്യാൻ ഡിസ്കസ് അഭ്യാസ് 5 ആൻഡ് ആൻസർ കീ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് കംപ്ലീറ്റഡ് മണി ആൻഡ് ബാങ്കിങ്ങിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി അടുത്ത ക്ലാസ്സുകളിൽ പെൻഡിങ് വരുന്നത് എക്സ്റ്റേണൽ സെക്ടർ ഓഫ് ഇന്ത്യ, അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ്, ദെൻ ബാക്കിയുള്ള ഇന്ത്യൻ എക്കണോമിയുടെ പോർഷൻസ്, കേരളത്തിലെ പോർഷൻസ്. ഇത് മാത്രമാണ് അവശേഷിക്കുന്നത്. മെജോറിറ്റി കൺസെപ്റ്റ് എല്ലാം നമ്മൾ കവർ ആയിട്ടുണ്ട്. സോ ദിസ് ടെസ്റ്റ് അഭ്യാസ് 5 വാസ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് ആയിരുന്നു. സോ പബ്ലിക് ഫിനാൻസിൽ വരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്. സോ അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. ഐ ഹോപ്പ് എല്ലാവരും നമ്മുടെ അഭ്യാസ് 5, 6 and 7 ഒക്കെ എഴുതുമെന്ന് വിശ്വസിക്കുന്നു. സോ ടുഡേ വി ക്യാൻ ഡിസ്കസ് അഭ്യാസ് 5. സോ ലെറ്റ് us start the discussion. Question: which one of the following is not included under capital receipt of central government? കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉൾപ്പെടുത്താത്ത ഐറ്റംസ് ആണ്. സോ നോട്ട് ഇൻക്ലൂഡഡ് ആണ്. സോ വെൻ യു ആർ റൈറ്റിംഗ് നമ്മുടെ KASന്റെ പ്രിലിംസ് എഴുതുമ്പോഴായാലും ഈ നോട്ട് ഇൻക്ലൂഡഡ്, ഇൻകറക്റ്റ് എന്നീ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. സോ യു ഹാവ് ടു ബി വെരി കോഷ്യസ്. ആൻസർ എഴുതുമ്പോൾ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, കോഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കുക. സോ ചോദ്യം എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എന്തൊക്കെയാണ്? സോ എന്തായിരുന്നു ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ പ്രത്യേകത? What was the speciality of capital receipt? It includes those receipts എന്തൊക്കെയാണ്, which either creates liability or reduce asset. എന്താണ് പ്രത്യേകത? ക്യാപിറ്റൽ റെസിപ്റ്റ് ഒന്നെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും, സർക്കാരിന് ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ there will be reduction of അസറ്റ്. അതായിരുന്നു എന്ത്, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞ. സോ ഇവിടെ നോക്കൂ, ക്യാഷ് ഗ്രാന്റ് ഇൻ എയ്ഡ്സ് ഓർ അസിസ്റ്റൻസ് ഫ്രം ഫോറിൻ കൺട്രീസ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ക്യാഷ് ഗ്രാന്റ് ഇൻ എയ്ഡ്സ് ഓർ അസിസ്റ്റൻസ് ആണ്. അതായത് വിദേശത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഗ്രാന്റുകൾ, ഇപ്പോ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് ഇവ നമുക്ക് എന്തെങ്കിലും ഗ്രാന്റ് തരുകയാണ്, ഒരു എയ്ഡ് തരികയാണ്. അതെന്താണ്, നമുക്ക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അല്ല. ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കടം വാങ്ങണം. ഇപ്പൊ ഇന്ത്യ വിദേശത്ത് നിന്ന് കടം വാങ്ങുന്നു, വേൾഡ് ബാങ്കിൽ നിന്നോ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നോ ഇന്ത്യ കടം വാങ്ങുകയാണെങ്കിൽ വി ക്യാൻ സീ ദർ ഈസ് ക്രിയേഷൻ ഓഫ് ലയബിലിറ്റി. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, അസിസ്റ്റൻസ് ആണ്, ഗ്രാൻസ് ആണ്. ഫോറിൻ കൺട്രിയിൽ നിന്ന് കിട്ടുന്ന അസിസ്റ്റൻസ് പറയുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എനി ലയബിലിറ്റി. കാരണം എന്താ, ഒരു വൺ ടൈം പേയ്മെന്റ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, സപ്പോസ് എർത്ത് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കലാമിറ്റി ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസിന് ഓവർകം ചെയ്യാനായിട്ടൊക്കെ എന്താ ഈ ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. സോ ക്യാഷ് ഗ്രാന്റ് നീഡ്സ് ഇസ് നോട്ട് ഇൻക്ലൂഡ് അണ്ടർ ക്യാപിറ്റൽ റെസിപ്റ്റ്. സോ ഫസ്റ്റ് വൺ ഇല്ല. ദെൻ സെക്കൻഡ്, ഡിസ് ഇൻവെസ്റ്റ്മെന്റ് റെസിപ്റ്റ് ഓഫ് PSUs. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഗവൺമെന്റ് ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡിസ്ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗവൺമെന്റ് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലുള്ള ഗവൺമെന്റ് ഷെയർസ് ഗവൺമെന്റ് കുറയ്ക്കുന്നു. സോ ഗവൺമെന്റ് ഈസ് സെല്ലിംഗ് ദ ഷെയർസ് ഓഫ് ഇറ്റ്സ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. സോ വെനെവർ ഗവൺമെന്റ് ഈസ് സെല്ലിംഗ് ഇറ്റ്സ് ഓൺ ഷെയർസ്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലുള്ള സർക്കാരിന്റെ ഷെയർ ഗവൺമെന്റ് വിൽക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട് അവിടെ, there will be reduction of asset ഉണ്ടാവുന്നുണ്ട്. സോ second one is included under capital receipts. Then third, interest received for loans given to foreign government. So foreign governmentന്, ഒരു വിദേശ ഗവൺമെന്റിന് ഇന്ത്യ കടം കൊടുത്തു. കടം കൊടുക്കുമ്പോൾ we can see whenever there is lending by the government, that is an asset ആണ്. സർക്കാർ ഒരു ലോൺ കൊടുക്കുമ്പോൾ ആ ലോൺ എന്താണ്, ഒരു ബാങ്ക് പോലെ തന്നെ സർക്കാരിനും അതൊരു
അസറ്റ് ആണ്. ഈ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഗവൺമെന്റ് കിട്ടിയിരുന്നെങ്കിൽ, ഈ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് എത്ര തുക കൊടുത്തോ ആ കൊടുത്ത തുക മൊത്തം തിരിച്ചു കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ അവിടെ എന്ത് കുറഞ്ഞു? സർക്കാരിന് മുൻപുണ്ടായിരുന്ന അസറ്റ് കുറഞ്ഞെന്ന് പറയാം. കാരണം ലോൺ എന്ന് പറഞ്ഞ അസറ്റ് അല്ലേ? ലോൺ എന്ന് പറഞ്ഞാൽ അസറ്റ് ആയിരുന്നു. ഈ പറഞ്ഞ ലോണ് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കിട്ടുമ്പോ എന്താണ്? ഈ അസറ്റ് ഇല്ലാണ്ടായി, അസറ്റ് കുറഞ്ഞു. സോ ഇവിടെ ചോദിച്ചാൽ എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്നല്ല പറഞ്ഞേക്കുന്നത്, മറിച്ച് ഇൻട്രസ്റ്റ് ആണ്. കൊടുത്ത കടത്തിന് മേലെ കിട്ടുന്ന പലിശ മാത്രമാണ്. സോ പലിശ കിട്ടുന്നതുകൊണ്ട് എന്ത് കുറയുന്നില്ല? സർക്കാരിന്റെ അസറ്റ് കുറയുന്നില്ല. സർക്കാരിന്റെ ആ ലോൺ എമൗണ്ട്, ഗ്രാന്റ് ചെയ്ത ആ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറയുന്നില്ല. ഇൻട്രസ്റ്റ് മാത്രമാണ് ലഭിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് അസറ്റ്, അതുപോലെ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലയബിലിറ്റി. ലയബിലിറ്റിയും ഇല്ല, അസറ്റ് കുറയ്ക്കുന്നില്ല. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എവിടെ വരുന്നതാണ്? ഇറ്റ് ഈസ് എ റവന്യൂ റിസീപ്റ്റ് ആണ്. സോ ഇതെല്ലാം ഇവിടെ ഉള്ളതാ. ഓൾ ദീസ് പോർഷൻസ് ആർ ദെയർ ഇൻ +2 SCRT ഓർ NCRT. നമ്മുടെ +2 SCRTയിലും +2 NCRTയിലും ഇന്ത്യൻ ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് എന്ന പോർഷൻ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് ഈ പറഞ്ഞ ചോദ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോർഷൻ എല്ലാം കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തതാണ്. ദ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ആൻഡ് റവന്യൂ ബഡ്ജറ്റ് എടുത്തു. അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. സോ ഇതിലെന്താണ് നോട്ട് ഇൻക്ലൂഡഡ് എന്ന് പറയുമ്പോൾ 1 ഇല്ല, 3 ഇല്ല. സോ ആൻസർ വിൽ ബി A, 1 and 3 only. Then second, which action or actions of the following can be taken by the government to reduce the fiscal deficit in the budget? നമ്മുടെ സർക്കാരിന്റെ ബഡ്ജറ്റിലുള്ള ധനക്കമ്മി കുറയ്ക്കാനായിട്ട് ഈ തന്നവയിൽ ഏതൊക്കെ ആക്ഷൻസ് ഗവൺമെന്റ് എടുക്കാമെന്ന ചോദ്യം. സോ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ഇക്വേഷൻ അറിയാമല്ലോ എല്ലാവർക്കും. എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെറ്റ് ക്രിയേറ്റിംഗ് റെസീപ്റ്റ് എന്ന് സിംപ്ലി പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ടോട്ടൽ റെസീപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ് എന്നും പറയാം. എല്ലാം സെയിം ആണ്. സോ എന്താണ്? CE plus RE minus of RR plus CR minus borrowings. ഇതായിരുന്നു എന്ത്? ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ധനക്കമ്മി. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ CE plus RE. എന്താ CE plus RE? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? റവന്യൂ റിസീപ്റ്റ്, ക്യാപിറ്റൽ റിസീപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്. അതാണ് എന്ത്? ഫിസിക്കൽ ഡെഫിസിറ്റ്. സോ ഒരു ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നുകിൽ സർക്കാരിന്റെ ചെലവ് ചുരുക്കണം, അല്ലെങ്കിൽ സർക്കാരിന്റെ വരുമാനം ഉയർത്തണം. സോ either we have to reduce the expenditure or we have to increase the revenue receipt. So broadening of tax base തീർച്ചയായും എന്ത് ചെയ്യും? സർക്കാരിന്റെ വരുമാനം ഗവൺമെന്റ് ബ്രോഡൻ ചെയ്യുകയാണെങ്കിൽ, സർക്കാരിന്റെ ടാക്സ് ബേസ് ഗവൺമെന്റ് ബ്രോഡൻ ചെയ്യുകയാണെങ്കിൽ എന്ത് കൂടും? അവിടെ റവന്യൂ റെസിപ്റ്റ്, സർക്കാരിന് ലഭിക്കുന്ന ടാക്സ് റെസിപ്റ്റ് അവിടെ വർദ്ധിക്കും. സോ വി ക്യാൻ സേ ടാക്സ് റെസിപ്റ്റ് വർദ്ധിക്കുന്നതനുസരിച്ച് റവന്യൂ റെസിപ്റ്റ് വർദ്ധിക്കും, ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയാം. സോ ഈ വാല്യൂ ഉയരും. ഈ വാല്യൂ ഉയരുമ്പോ എന്ത് കുറയും? ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. Then reduction in expenditure on subsidies. So നമ്മുടെ ഗവൺമെന്റ് ഈസ് ഗിവിംഗ് ലോട്ട് ഓഫ് സബ്സിഡീസ്. ഇപ്പൊ ഫെർട്ടിലൈസർ ആയാലും, അതുപോലെ തന്നെ പെട്രോളിയം പ്രൊഡക്ട്സ് ആയാലും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സബ്സിഡി ആയാലും, അല്ലെങ്കിൽ ഫുഡ് സബ്സിഡി ആയാലും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സബ്സിഡി എവിടെ വരുന്നതാണ്? സബ്സിഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സോ ഈ പറഞ്ഞ സബ്സിഡീസിന് മേലുള്ള ചെലവ് ഗവൺമെന്റ് കുറയ്ക്കുകയാണെങ്കിലും എന്ത് കുറയും? ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയും. സോ സെക്കൻഡ് കേസിലും വി ക്യാൻ സി ഫിസിക്കൽ ഡെഫിസിറ്റ് ഗവൺമെന്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ദെൻ റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡ്യൂട്ടി. സർക്കാർ
ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്ന വേളയിൽ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് എന്ത്? ഇമ്പോർട്ട് ഡ്യൂട്ടി. സോ ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ പഠിച്ചാണ് നേരത്തെ, ഓർമ്മയുണ്ടല്ലോ. when we discussed the ടാക്സ് പഠിച്ച സമയത്ത് ഇൻഡയറക്ട് ടാക്സ് പറഞ്ഞപ്പോഴാണ് എന്ത്? ഇമ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ പറഞ്ഞത്. സോ കസ്റ്റംസ് ഡ്യൂട്ടി അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി എന്നിവ. സോ ഈ പറഞ്ഞ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുമ്പോൾ എന്ത് കുറയുക ചെയ്യുന്നത്? അവിടെ സർക്കാരിന്റെ റവന്യൂ റിസിപ്റ്റ് പിന്നെയും കുറയുകയാണ്. സോ whenever government is reducing import duty, it can reduce revenue receipt. അതെന്ത് ചെയ്യത്തില്ല? അതൊരിക്കലും ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറയാൻ സഹായിക്കില്ല. കാരണം ഞാൻ പറഞ്ഞു, if we want to reduce fiscal deficit, എന്തൊക്കെയാ കണ്ടീഷൻ? either we have to increase the receipt, സർക്കാരിന്റെ വരുമാനം ഉയർത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? we have to reduce the expenditure, സർക്കാരിന്റെ ചെലവ് എന്ത് ചെയ്യുക? ചുരുക്കുക. സോ ഇതില് തേർഡ് എന്ത് ചെയ്യത്തില്ല? ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ സഹായിക്കില്ല. ഫോർത്ത് നോക്കൂ, സെയിൽ ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. സോ സർക്കാരിന് ധാരാളം പൊതുമേഖലാ സ്ഥാപനം റൺ ചെയ്യുന്നുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള സർക്കാരിന്റെ ഷെയർസ് സർക്കാർ സെല് ചെയ്യുകയാണ്, സർക്കാർ വിൽക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? സർക്കാരിന് വരുമാനം ലഭിക്കും, സർക്കാരിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ് ലഭിക്കും. സോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ് പറയുമ്പോൾ എന്താണ്? ഈ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. സോ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ത് ചെയ്യും? അവിടെ ഉയരും. സോ തേർഡും ഫോർത്തും എന്തിനു സഹായിക്കും? ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. സോ ആൻസർ എന്ത് വരും അപ്പം? 1, 2 and 4. So here you can see these the answer. Then next question. Third, consider the following statements regarding the deficits in the Indian budgeting. നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റിംഗിൽ പറഞ്ഞേക്കുന്ന ഡെഫിസിറ്റ്സിനെ പറ്റിയാണ് ചോദ്യം വരുന്നത്. The first question, revenue deficit and fiscal deficit cannot be equal under any circumstances. എന്താ വെച്ചിരിക്കുന്നത്? റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും ഒരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ whenever ഈ പറഞ്ഞ ഒരു cannot be equal എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരിക്കലും ആവത്തില്ല. ഒന്ന് ഓർത്തു നോക്കൂ, വാട്ട് ഈസ് റവന്യൂ ഡെഫിസിറ്റ്? എന്തായിരുന്നു? RE മൈനസ് RR ആണ്. ഓക്കെ, സോ റവന്യൂ ഡെഫിസിറ്റ് എന്തായിരുന്നു? RE മൈനസ് RR. സോ വി ഓൾറെഡി നോ എന്ത് റവന്യൂ ഡെഫിസിറ്റ് എന്താണ്. ഇനിയും വാട്ട് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ്? നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, CE പ്ലസ് RE മൈനസ് RR പ്ലസ് CR മൈനസ് ബോറോയിങ്സ്. ഇതായിരുന്നു എന്ത്? ഫിസിക്കൽ ഡെഫിസിറ്റ്. സപ്പോസ് ഒന്ന് ഓർത്ത് നോക്കുക, ഒരു കൺട്രിയില് ദർ ഇസ് നോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്ത് ചെയ്യുന്നില്ല? ഒരാസ്തി വികസന ചെലവ് ചെയ്യുന്നില്ല. ദർ ഇസ് നോ മൂലധന ചെലവ് ആൻഡ് ദർ ഇസ് നോ മൂലധന വരുമാനം, ക്യാപിറ്റൽ റെസിപ്റ്റും ഇല്ല. അങ്ങനെ വരുമ്പോ എന്ത് വരും? RE മൈനസ് RR എന്ന് വരും. അതുപോലെ സപ്പോസ് ഈ സർക്കാർ കടം എടുക്കുന്നില്ല എന്ന് വിചാരിക്കും, അപ്പോൾ എന്ത് വരും? RE മൈനസ് RR എന്ന് പറഞ്ഞ് FD മാറും. മനസ്സിലായോ എന്താ പറഞ്ഞേ? സപ്പോസ് വിചാരിക്കുക, ഒരു കൺട്രിയില് ദർ ഇസ് നോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ദർ ഇസ് നോ ക്യാപിറ്റൽ റെസീറ്റ്, ദർ ഇസ് നോ ബോറോയിങ്. അങ്ങനെ ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? RE മൈനസ് RR എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് സെയിം ആസ് റവന്യൂ ഡെഫിസിറ്റ്. സോ ചോദ്യം എന്താണ്? റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും ഒരിക്കലും അണ്ടർ എനി സർക്കംസ്റ്റൻസസ് ഈക്വൽ ആവില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. Then second, when revenue deficit is accompanied with fiscal deficit, the economy is said to be experiencing twin deficit. So നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്കാണ്
external sector of India. Adil, when we are discussing the balance of payment, we will discuss about a deficit, which is called as current account deficit. So, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ KS മെയിൻസിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ പറ്റി. സോ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മുടെ എക്സ്റ്റേണൽ സെക്ടറിൽ പറയുന്ന എക്സ്റ്റേണൽ സെക്ടറിൽ പ്രതിപാദിക്കുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇവ രണ്ടിനെയും കൂടാണ് നമ്മൾ ട്വിൻ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. സോ അറിഞ്ഞിരിക്കുക, നോട്ട് ചെയ്യുക എല്ലാവരും. എന്താണ് ദ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇൻ എ കൺട്രി അലോങ് വിത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇവ രണ്ടിനെയുമാണ് ട്വിൻ ഡെഫിസിറ്റ് വിളിക്കുന്നത്. ഇവ രണ്ടും ഒരു എക്കണോമിക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ എക്കണോമിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. സോ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിയിലേക്ക് നമുക്കറിയാം ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുമ്പോൾ പൈസ എങ്ങോട്ട് പോകും? ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകും. അതുപോലെ ഒരു ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുമ്പോൾ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? മണി വിൽ കം ടു ഇന്ത്യ. അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. സോ ഇന്ത്യ എടുക്കുക, ഇന്ത്യയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യ വിൽ റിസീവ് ഫോറിൻ കറൻസി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പൈസ കൊടുക്കണ്ടേ? വി ഹാവ് ടു പേ ബിൽ. നമ്മൾ അതിനാൽ ബില്ല് കൊടുക്കണം. സോ whenever we are importing, money will flow out of India. Suppose more money is flowing out of India compared to money coming to India. ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ നാണയത്തെക്കാൾ കൂടുതൽ നാണയം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വന്ന് വിചാരിക്കുക. എന്താ മനസ്സിലായോ? മോർ മണി ഗോയിങ് ഔട്ട് ഓഫ് ഇന്ത്യ കമ്പയർഡ് ടു ദ മണി കമ്മിങ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ പൈസ വിദേശത്തേക്ക് പോകുന്നു. ഈ മണി ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ മണി ഹിയർ ഈസ് ഫോറിൻ റിസർവ് ആണ്. സോ ഫോറിൻ കറൻസി, ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഫോറിൻ കറൻസി വിദേശത്തേക്ക് പോകുന്നു. ഇന്ത്യയിലേക്ക് കുറച്ച് വിദേശ കറൻസിയെ വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, $100 ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. പക്ഷേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പം വി ആർ ഓൺലി ഗെറ്റിംഗ് $80. $80 ആണെന്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ വി ക്യാൻ സി there is a gap. ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ആണെന്ത്? സിംപ്ലി പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. സോ ഇൻ സിമ്പിൾ ടേംസ് പറയുകയാണെങ്കിൽ ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട്, ദാറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. അതൊരു ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, ഒരു എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് പറയും. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എടുക്കുന്നു, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എടുക്കുന്നു. ഇഫ് ദിസ് വാല്യൂ ഈസ് നെഗറ്റീവ്, നമ്മൾ പറയും ഇന്ത്യ ഈസ് എക്സ്പീരിയൻസിങ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഈ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ we will say India is experiencing current account surplus. So നമ്മൾ പറഞ്ഞ വാല്യൂ എത്രയായിരുന്നു? എക്സ്പോർട്ട് ചെയ്യുമ്പം $80 കിട്ടുന്നു, ഇമ്പോർട്ട് ചെയ്യുമ്പം $100 കിട്ടുന്നു. ഈ കേസിൽ എന്താണ്? -20 വന്നേ, വിച്ച് മീൻസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. സപ്പോസ് തിരിച്ചു പറയാൻ, എക്സ്പോർട്ട് ചെയ്യുമ്പം $100 കിട്ടി, $100 കിട്ടി, ഇമ്പോർട്ട് ചെയ്യുമ്പം $80 കിട്ടിയുള്ളൂ. ആൻഡ് വി ക്യാൻ സി, സോ $80 കൊടുത്തുള്ളൂ. സോ അപ്പൊ എന്ത് വന്നു? 100 മൈനസ് 80, 20 വന്നു. സോ വി ക്യാൻ സി വി ആർ ഹാവിംഗ് എ കറണ്ട് അക്കൗണ്ട് സർപ്ലസ്. സോ സിംപ്ലി അറിഞ്ഞിരിക്കുക, നമ്മൾ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വി വിൽ ഡിസ്കസ് എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്,
എന്താണ് കറണ്ട് അക്കൗണ്ട്, നല്ല വിശദമായി പഠിക്കും. തൽക്കാലം ഈ ഒരു ചോദ്യത്തിന് ആസ്പദമായിട്ട് ഇത്രയും അറിഞ്ഞിരിക്കുക. ഇന്ത്യയിൽ നിന്ന് ഒരു ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് ഒരു ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യ പൈസ പേ ചെയ്യുന്നു. ഇന്ത്യ ഒരു ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ എന്താ? ഇന്ത്യയിലേക്ക് പൈസ വരുന്നു. സോ ഈ പറഞ്ഞ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഒരു നെഗറ്റീവ് വാല്യൂ ലഭിക്കുകയാണെങ്കിൽ വി ക്യാൻ സി വി ആർ ഹാവിംഗ് എ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ആൻഡ് അറിഞ്ഞിരിക്കുക, when an economy is experiencing current account deficit and fiscal deficit, അതിന് പറയുന്നതാണ് എന്ത്? അതിന് പറയുന്നതാണ് ട്വിൻ ഡെഫിസിറ്റ്. സോ ഇവിടെ പറഞ്ഞ എന്താ സ്റ്റേറ്റ്മെന്റ്? റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും ഒരുമിച്ച് വരുമ്പോഴാണ് പറയുന്നത് പറഞ്ഞത് ആണോ? അല്ല. ഇറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് എന്ത്? ട്വിൻ ഡെഫിസിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും we can see it is wrong. ഇനി തേർഡ് നോക്കൂ, primary deficit is always higher than fiscal deficit. സോ നമുക്ക് നോക്കാം ഇക്വേഷൻ എന്താണ് primary deficitന്റെ? Primary deficit is equal to fiscal deficit minus interest payment ആണ്. Interest payment for past or previous borrowings. So ഈ പറഞ്ഞ വാല്യൂ ഒന്നുമില്ല എന്ന് വിചാരിക്കാം. സപ്പോസ് ഗവൺമെന്റ് ഈസ് നോട്ട് പേയിങ് എനി ഇൻട്രസ്റ്റ്, സർക്കാരിന് പാസ്റ്റ് ലോൺ ഒന്നുമില്ല, മുന്നേ എടുത്ത ലോൺ ഒന്നുമില്ല, പലിശ ഒന്നും കൊടുക്കാനില്ല എന്ന് വിചാരിക്കാം. അപ്പോഴും എന്താ വരുന്നത്? പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. സോ ഇവിടെ പറഞ്ഞ എന്താ? പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ഓൾവേസ് ഹയർ. എപ്പോഴും ഫിസിക്കൽ ഡെഫിസിറ്റിനേക്കാൾ ഉയർന്നിരിക്കുന്ന പറഞ്ഞത്. സോ അറിഞ്ഞിരിക്കുക, whenever such extreme statement, always, constantly, recurringly, cannot be established, shall not be established, will not be established എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഒന്ന് വായിക്കുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനെ ഏതെങ്കിലും രീതിയിൽ നെഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. സോ ഇവിടെ നോക്കുമ്പോ എന്താ കാണുന്നേ? ഓൾവേസ് ഹയർ എന്നാ പറഞ്ഞേ. അല്ല. ഇഫ് യു നോ ദ ഇക്വേഷൻ ആണല്ലാന്ന് മനസ്സിലാവും. സോ യു ക്യാൻ സി തേർഡും തെറ്റാ. ചോദ്യം എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാനാണ്. നൺ ഓഫ് ദീസ് ആർ കറക്റ്റ്. ഡി is the answer. Then next question. Consider the following statements regarding deficits ആണ്. Primary deficit refers to government's revenue expenditure over revenue receipt. അതാണോ? പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഇറ്റ് ഈസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇവിടെ പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? അപ്പോ പ്രൈമറി ഡെഫിസിറ്റ് റെഫേഴ്സ് ടു എക്സസ് ഓഫ് ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റിസീപ്റ്റ്. ഇവിടെ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? അപ്പോ ഇതിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത് RE minus RR. How much is revenue expenditure excess? How much excess of revenue expenditure is there on compared to revenue receipt? Revenue receipt മായി കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം എക്സസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്? അതെന്താണത്? ഇതെന്താണത്? വാട്ട് ഈസ് ദാറ്റ്? എന്താ അത്? പറഞ്ഞേ, കമന്റ് ചെയ്ത്. യാ, ഇറ്റ് ഈസ് റവന്യൂ ഡെഫിസിറ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. Then revenue deficit is simply the fiscal deficit minus interest payment. സോ എന്ത് പറ്റിപ്പോയി? രണ്ട് ഉൾട്ടയായി പോയി. ഇത് ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ല, ഇത് റവന്യൂ ഡെഫിസിറ്റ് അല്ല, ഇറ്റ് ഈസ് പ്രൈമറി ഡെഫിസിറ്റ് ആണ്. സോ ആൻസർ എന്താ? നെയ്തർ വൺ നോർ ടു. രണ്ടും തെറ്റാണ്. Then next question, which of the following is or are included in the revenue budget of Government of India? So നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ഡോക്യുമെന്റില് റവന്യൂ ബഡ്ജറ്റ് വരുന്ന എന്തൊക്കെയാണ്? സോ നമ്മൾ കണ്ടിരുന്നു, റവന്യൂ ബഡ്ജറ്റ് ഓർ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് മെയിൻലി ടു കമ്പോണൻസ്, റവന്യൂ റിസീപ്റ്റ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമുക്ക് നോക്കാം, ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റ്മെന്റും
ഈ റവന്യൂ റിസിപ്റ്റോ റവന്യൂ എക്സ്പെൻഡിച്ചറിലോ വരുന്നതാണോ? ഫസ്റ്റ് വൺ, എക്സ്പെൻഡിച്ചർ ഓൺ ഇൻട്രസ്റ്റ് സബ്സിഡി ഗിവൺ ടു ഫാമേഴ്സ്. സോ സബ്സിഡീസ് എന്ന് പറയുമ്പോൾ സർക്കാർ സബ്സിഡീസിന് വേണ്ടി പൈസ ചെലവാക്കുമ്പോൾ അത് എന്ത് വരുന്നതാണ്? ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വൺ ഈസ് RE ആണ്. Then grants given to a neighboring country. ലോൺ അല്ല, ഗ്രാൻഡ് ആണ്. ഉദാഹരണം, നേപ്പാളില് ഒരു earthquake ഉണ്ടായി. സോ കുറച്ചു കാലം മുന്നേ earthquake ഉണ്ടായപ്പം വി ഹാവ് ഗിവൺ സം എമൗണ്ട്. അവിടെ ഒരു റിലീഫ് മെഷറിന്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ടർക്കിയില് ഈ ഇടയ്ക്ക് ഒരു earthquake ഉണ്ടായി, ഫെബ്രുവരി മാസം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അനേകം ആളുകൾ മരിച്ച ഒരു earthquake ആയിരുന്നു. സോ ആ സമയത്തും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഗിവൺ സം ഗ്രാൻസ് ടു ദാറ്റ് കൺട്രി. സോ ഇതെന്ന് പറഞ്ഞാൽ ലോൺ ആണോ, കടമാണോ? കടം എന്ന് പറയുമ്പോൾ എന്താ? തിരിച്ചു കിട്ടുന്നതാണ്, തിരിച്ചു വാങ്ങുന്നതാണ്. അതങ്ങനാണോ? ഗ്രാൻഡ് ആണ്, ഒരു വൺ വേ പേയ്മെന്റ് ആണ്. സോ ഗ്രാൻഡ് എന്ന് പറഞ്ഞാലും എന്താ? ഇറ്റ് ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ദെൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് റെസീപ്റ്റ്, അതെന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് റെസീപ്റ്റ് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ലോൺസ് ഗിവൺ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത ലോണിന് മേലെ ലഭിക്കുന്ന ഇൻട്രസ്റ്റ്. പ്രിൻസിപ്പൽ എമൗണ്ട് ആണോ? അല്ല, പലിശ മാത്രമോ പറയുന്നത്. സോ ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ എന്തായിരുന്നു? ഇൻട്രസ്റ്റ്. ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ റവന്യൂ റെസീപ്റ്റ്. സോ റവന്യൂ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് ചോദ്യം. സോ 1 വരും, 2 വരും, 4 വരും. സോ ആൻസർ എന്താ? ആൻസർ ഈസ് 1, 2 and 4. Then consider the statement regarding off budget borrowing. Off budget mechanism പറ്റിയാണ് ചോദ്യം. Though the liability of off budget loan is not formally on the center, it is included in the national fiscal deficit. ശരിയാണോ? നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഗവൺമെന്റിന് പാർലമെന്റിനെ ബൈപാസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് ഓഫ് ബഡ്ജറ്റ് മെക്കാനിസം. നമ്മുടെ ക്വിഫ്പി ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ പറഞ്ഞ ക്വിഫ്പി ലോൺ തിരിച്ചടച്ചില്ല എങ്കിൽ ഫൈനലി ആ ബാധ്യത വരുന്ന ആർക്കാണ്? സർക്കാരിന് തന്നെയാണ്. കാരണം സർക്കാർ ഓൺ ചെയ്യുന്ന കമ്പനിയാണ് കിഫ്ബി. ഇറ്റ് ഈസ് എൻ എന്റർപ്രൈസ് ഓർ ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് കേരളയാണ്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റി ഓഫ് ബഡ്ജറ്റ് ലോൺ ആരുടെ മേലെയാണ് വരുന്നത്? സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ്. അതേപോലെ തന്നെ ദ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇവിടെ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് included എന്നാണ്. ആണോ? അല്ലല്ലോ, it is not included. So first statement is wrong. Then second, the route of off-budget financing put such funds out of control of parliament. ശരിയല്ലേ? പാർലമെന്റിനെ ബൈപാസ് ചെയ്യാനായിട്ട് ഓഫ് ബഡ്ജറ്റ് മെക്കാനിസം സഹായിക്കുന്നതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സോ ആൻസർ എന്താ? B2 only. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് ഞാൻ പ്രൊവൈഡ് ചെയ്തതാണ്. ഐ ഹോപ്പ് നിങ്ങൾ വാല്യൂട്ട് ചെയ്ത സമയത്ത് കീ നോക്കിയെന്നാണ് എന്റെ വിശ്വാസം. Then I have given some examples. ഓഫ് ബഡ്ജറ്റ് മെക്കാനിസത്തിന്റെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ചില എക്സാമ്പിൾസ് ആണ് ഞാൻ കോട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള കിഫ്ബി നമുക്ക് കോട്ട് ചെയ്യാം. ഇത് കേന്ദ്ര ഗവൺമെന്റ് FCI, നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് സർക്കാർ പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് വാസ് സപ്പോസ് ടു പേ ഫുഡ് സബ്സിഡി ബിൽ ടു ദ FCI. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ദാറ്റ് എമൗണ്ട്, FCIക്ക് ആ പൈസ കൊടുക്കുന്നതിന് പകരം FCIയോട് എന്താ പറഞ്ഞേ? നിങ്ങൾ ലോൺ എടുത്തു പൈസ കണ്ടെത്താൻ പറഞ്ഞു. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ലോൺ ടു FCI ഡയറക്ട്ലി, സോ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് എമൗണ്ട് ടു FCI ഡയറക്ട്ലി, എന്ത് ചെയ്തു? FCI കൊണ്ട് ലോൺ എടുപ്പിച്ച് അവരുടെ പൈസ എടുക്കാനായിട്ട് FCIയോട് പറഞ്ഞു. ഇതായിരുന്നു for example. Now we can see the next question. With respect to crowding out effect in an economy, consider the following statement.
It is observed that when there is an increase in private investment due to increased public investment. ആണോ? ക്രൗഡിംഗ് ഔട്ട് എന്തായിരുന്നു പറഞ്ഞേ? Whenever a government is relying more on market borrowings, ഒരു ഗവൺമെന്റ് വിപണിയുടെ അകത്ത് നിന്ന് ഒരു കൺട്രിയുടെ അകത്ത് നിന്ന് വിപണിയിൽ നിന്ന് ധാരാളം പൈസ ബോറോ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഡ്രൈവ് ഔട്ട് ആണ് എന്താണ് സ്വകാര്യ കമ്പനികൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപകർക്ക് ലോൺ ലഭിക്കാതാവും, അല്ലെങ്കിൽ ലഭിക്കുന്ന ലോണുകളുടെ പലിശ ഉയർന്നിരിക്കും. So that will demotivate private investment, that will discourage private investment. So whenever there is increased public sector borrowing, whenever there is increased public borrowing or public borrowing at the government, നമ്മുടെ സർക്കാർ മാർക്കറ്റിൽ നിന്ന് അനിയന്ത്രിതമായിട്ട് കടം വാങ്ങുമ്പോൾ അതെന്ത് ചെയ്യാം? സ്വകാര്യ നിക്ഷേപകരെ ഡീമോട്ടിവേറ്റ് ചെയ്യാം, അവരെ ഇവിടെ നിന്ന് പിന്തള്ളപ്പെടാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, ഇത് ഉൾട്ടിയാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറഞ്ഞത്, ആണോ? ഇൻവെസ്റ്റ്മെന്റ് കൂടുവാണോ? അല്ലല്ലോ, there will be decrease എന്നാ പറഞ്ഞത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then second, increased public saving and very low interest rate in the economy are the features of crowding out effect. ആണോ? അല്ല, പബ്ലിക് സേവിംഗ് വർദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നോ പറയുന്നുണ്ടോ? അല്ല, ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യും? ഹൈക്ക് ചെയ്യുവാണ്. നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ നിന്ന് ധാരാളം ബോറോ ചെയ്യുകയല്ലേ. ഗവൺമെന്റ് ഈസ് ഇൻക്രീസിങ് ദ ബോറോയിങ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നില്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, കാരണം അവർക്ക് ലോൺ കിട്ടത്തില്ല. ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കും. സോ വെരി ലോ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് അവർ അവിടെ നിന്ന് ക്രൗഡ് ഔട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ നെയ്തർ വൺ നോ ടു, രണ്ടും എന്താണ്? തെറ്റാണ്. സോ ആൻസർ ഡി. സോ ഹിയർ പറയുന്നുണ്ട്, ഇഫ് ഹൈ പബ്ലിക് ഡെറ്റ്, നമ്മുടെ ഗവൺമെന്റ് ധാരാളം പൈസ വാങ്ങുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് അക്കമ്പനിഡ് ബൈ ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് സേവിങ്സ്. അതുപോലെ തന്നെ ഇറ്റ് മേ നോട്ട് ബി മേ ഓൾസോ ലീഡ് ടു ലോവർ ടോട്ടൽ സേവിങ്സ് ഇൻ ദ എക്കണോമി. നമ്മുടെ എക്കണോമിയിലുള്ള പൊതുവായ സേവിങ്സ് എന്ത് ചെയ്യാം? കുറയാം. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാം? ഹൈക്ക് ചെയ്യാം. കുറയ്ക്കുമല്ല, ഹൈക്ക് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് വൺ മോർ കൺസെപ്റ്റ്, ക്രൗഡിംഗ് ഔട്ട് പോലെ. ക്രൗഡിംഗ് ഔട്ട് പോലെ വേറൊരു കൺസെപ്റ്റ് ആണ് ക്രൗഡിംഗ് ഇൻ എന്ന് പറയും. സോ ക്രൗഡിംഗ് ഇൻ, ഇതാണ് നമ്മുടെ ഗവൺമെന്റ് ഫോഴ്സ് എന്ന കാര്യം. അതായത് നമ്മുടെ ഗവൺമെന്റ് എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യുന്നു, ബോറോ ചെയ്യുന്നുണ്ട്. ആ ബോറോ ചെയ്യുന്ന പൈസ എന്ത് ചെയ്യാണ് ഗവൺമെന്റ്? ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ പ്രൊമോട്ട്, ഇറ്റ് വിൽ എൻകറേജ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസ് എന്നാണ് ഗവൺമെന്റ് വാദം. സോ ക്രൗഡിംഗ് ഔട്ട് എന്നാണ് എക്കണോമിക്സ് പറയുന്നത്. എന്നാൽ ഗവൺമെന്റ് പറയുന്നത് എന്താണ്? സർക്കാർ കൂടുതൽ പൈസ ബോറോ ചെയ്യുന്നു, അത് സ്പെൻഡ് ചെയ്യുമ്പോൾ എക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ടാവാം. അങ്ങനെ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് ദാറ്റ് വിൽ എൻകറേജ് ദ ഫേംസ് ടു ഇൻവെസ്റ്റ് മോർ. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? സ്വകാര്യ നിക്ഷേപകരെ പ്രൊമോട്ട് ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റ് കടം വാങ്ങിച്ച് ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ദ ഗവൺമെന്റ് വിൽ ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ദ ഇൻഫ്രാസ്ട്രക്ചർ. റോഡുകള്, പാലങ്ങള്, റെയിൽവേ മുതലായ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് വിദേശ നിക്ഷേപകർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്വകാര്യ നിക്ഷേപകർ ഇവർക്ക് ഒരു നല്ല ബിസിനസ് എൻവയോൺമെന്റ്, ഒരു മികച്ച വ്യവസായ സൗഹൃദ എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എന്താണ് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊരു ആശയമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അതാണ് ക്രൗഡിംഗ് ഇൻ എഫക്റ്റ്. സോ അറിഞ്ഞിരിക്കുക, ക്രൗഡിംഗ് ഔട്ട് ആൻഡ് ക്രൗഡിംഗ് ഇൻ, രണ്ടിന്റെയും ഡിഫറൻസ് പറഞ്ഞിരിക്കുക. ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താ? സർക്കാർ ഇവിടെ കടം വാങ്ങിക്കുമ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് കടം വാങ്ങാൻ പറ്റത്തില്ല. വാങ്ങുന്ന കടത്തിന്റെ ലോണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അവരെന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യും. എന്നാൽ ക്രൗഡിംഗ് ഇൻ എന്ന് പറയുമ്പോൾ എന്താ?
അതിന്റെ വേറൊരു ആശയമാണ് സർക്കാർ ഇവിടെ കടം വാങ്ങുന്നു. കടം വാങ്ങിയിട്ട് ഗവൺമെന്റ് ചുമ്മാ ഇരിക്കുവാണോ? അല്ല, അത് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു, മികച്ച ആസ്തി വികസനം നടക്കുന്നു, അതുപോലെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള വേളയിൽ സ്വകാര്യ നിക്ഷേപകർ എക്കണോമിയിൽ ഇൻട്രസ്റ്റഡ് ആവുന്നു, അവരവിടെ നിക്ഷേപിക്കുന്നു. ഇതാണ് ക്രൗഡിങ് ഇൻ എഫക്റ്റ്. ആൻഡ് യു ക്യാൻ സി നമ്മുടെ ഗവൺമെന്റ് ഈ സജഷൻ ദാറ്റ് ക്രൗഡിങ് ഔട്ട് അല്ല, മറിച്ച് ഇന്ത്യയില് ക്രൗഡിങ് ഇൻ ആണ് ഉണ്ടാകുന്നതാണ് ഗവൺമെന്റിന്റെ വാദം. ഓക്കെ, സോ അറിഞ്ഞിരിക്കുക, ക്രൗഡിങ് ഔട്ട്, ക്രൗഡിങ് ഇൻ. Then next is regarding budget in India ആണ്. So simple question ആണ്. Budget is the statement of estimated receipt and expenditure of government of India in respect of each financial year. ശരിയാണ്. ബഡ്ജറ്റ് ഓരോ ഫിനാൻഷ്യൽ ഇയറിലെയും എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഫിഗർ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ശരി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the term budget has been mentioned. ഉണ്ടോ? ഇല്ലല്ലോ. ആർട്ടിക്കിൾ 112 നോക്കുമ്പോ ബഡ്ജറ്റിന് പകരം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നൊരു ടേം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ സി ദ ടേം ബഡ്ജറ്റ് ഹാസ് നോട്ട് ബീൻ മെൻഷൻഡ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ ചോദ്യം ഏതൊക്കെയാണ് ശരിയെന്നാണ്. 1 only is the right answer. Then which committee has recommended the merger of railway budget with the union budget? So നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 1924 ആണ് യൂണിയൻ ബഡ്ജറ്റിൽ നിന്ന് റെയിൽവേ ബഡ്ജറ്റ് ബൈഫർക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് 1924 മുതൽ 2016 വരെ ഏകദേശം 92 years അല്ലെ, 92 yearsoളം we had 2 separate budgets in India. And initially ഏത് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത് ബൈഫർക്കേഷൻ? Which committee recommended bifurcation of railway budget? ഏതായിരുന്നു? നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിൽ നിന്ന് റെയിൽവേ ബഡ്ജറ്റ് ബൈഫർക്കേറ്റ് ചെയ്യാൻ, സെപ്പറേറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്ത ഇറ്റ് വാസ് അക്വർ കമ്മിറ്റി ആയിരുന്നു. അങ്ങനെ 1924 മുതലാണ് സെപ്പറേറ്റ് ബഡ്ജറ്റ് പ്രസന്റേഷൻ വരുന്നത്. അങ്ങനെ 2016 വരെ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ 16 ശേഷം യു ക്യാൻ സി ദർ വാസ് എ കമ്മിറ്റി ഹെഡഡ് ബൈ ബിബേക് ദബ്രോയ്, നീതി ആയോഗ് മെമ്പർ ആയിരുന്നു. അദ്ദേഹമാണ് merger of railway and union budget recommend ചെയ്യുന്നത്. So answer A. So next question, which of the following is the single largest item of expenditure in Indian budget? Very, very important question. So if you are seeing the current trend of Kerala PSC exam, degree level examകളിലും അതുപോലെ +2 ലെവൽ 10th ലെവൽ ഈ എക്സാമുകളിലെല്ലാം ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. നമ്മുടെ സർക്കാരിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ഏറ്റവും വലിയ ചെലവ് എന്തായിരുന്നു? കറന്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്ന ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും വലിയ വരുമാന സ്രോതസ് ഏതാണ്? സോ വരുമാന സ്രോതസ് ഏതാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുത് റെസീറ്റ് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഐറ്റം ഇൻ ടാക്സ് പറയുകയാണെങ്കിൽ GST വരുന്നത്. എന്നാൽ ഒരു ചോദ്യം പറയാണ്, എമംഗ് ദ ടോട്ടൽ റെസീപ്റ്റ് സർക്കാരിന് ഏതാണ് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത്? ഇറ്റ് ഈസ് ബോറോയിങ്സ് ആണ്. ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ പൈസ കണ്ടെത്താൻ സഹായിക്കുന്നത്. അത് കഴിഞ്ഞ് നികുതിയിലേക്ക് വരുമ്പോൾ സർക്കാരിന് ഏറ്റവും വലിയ നികുതി ലഭിക്കുന്നത് GST നിന്നാണ്. സോ അത് രണ്ടും അറിഞ്ഞിരിക്കുക. ഇവിടെ ചോദ്യം എന്താണ്? ചെലവില് ഏറ്റവും വലിയ കോമ്പണന്റ് ഏതാണ്? ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. സോ യു ഹാവ് ടു സ്റ്റഡി ദിസ് പൈ ഡയഗ്രാം. ഈ പൈ ഡയഗ്രാം നോക്കി വെച്ചേക്കുക. അതിൽ ആദ്യം വരുന്ന ഏതാ? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. ദെൻ സ്റ്റേറ്റ് ഷെയർ വരുന്നുണ്ട്. ദെൻ സെൻട്രൽ സെക്ടർ സ്കീംസ് വരുന്നുണ്ട്. സോ ഇതാണ് ഈ ഒരു ആദ്യത്തെ ഒരു 3-4 എണ്ണം എന്ത് ചെയ്യുക നോക്കി വെച്ചേക്കുക. സോ 20% ₹1 ചെലവാക്കുവാണെങ്കിൽ 20 പൈസയും എന്തിനാ ചെലവാക്കുന്നത്? ഫോർ പേയിങ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. സോ ആൻസർ ഈസ് C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
With reference to revenue deficit, consider the following statements. So, revenue deficit പറ്റിയാണ് ചോദ്യം. Revenue deficit is the gap between revenue expenditure of the government and its current revenues. ശരിയാണല്ലോ? RE minus RR ആണ് revenue receipt. First statement is correct. Then, effective revenue deficit is the difference between fiscal deficit and grants for creation of capital asset. ശരിയാണോ? What was ERD? Effective revenue deficit. എന്തായിരുന്നു? It is revenue deficit minus grants given to states for creation of capital assets ആണ്. ഓർമ്മയില്ലേ? ഐ തിങ്ക് നിങ്ങൾ മറന്നുപോയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത്. ഞാൻ മനഃപൂർവ്വമാണ് ഈ ടെസ്റ്റ് കുറച്ച് വൈകി ഇടുന്നത്. കാരണം വൺസ് യു എൻ്റർ എ ന്യൂ ടോപ്പിക്, പഴയ ടോപ്പിക് എന്ത് പോകാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. സോ ഇക്വേഷൻ മറന്നു പോയിട്ടില്ലല്ലോ. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ല, റവന്യൂ ഡെഫിസിറ്റ് ആൻഡ് ഗ്രാന്റ്സ് ഗിവൺ ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ക്രിയേഷൻ ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ എന്താ? 1 only. And regarding the effective revenue deficit, ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നു 2011-12 മുതലാണ് ഈ പറഞ്ഞ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഇന്ത്യയിൽ വരുന്നത്. ആൻഡ് ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രണബ് മുഖർജിയാണ്. സോ അറ്റ് ദാറ്റ് ടൈം പ്രണബ് മുഖർജി വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ. സോ 2011-12 2011-12 ആദ്യമായിട്ട് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നൊരു ടേം ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രണബ് മുഖർജി വെൻ ഹി വാസ് ദ ഫിനാൻസ് മിനിസ്റ്റർ. ആ സമയത്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ദ കൺസെപ്റ്റ് ഓഫ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് വാസ് സജസ്റ്റഡ് ബൈ രംഗരാജൻ കമ്മിറ്റിയാണ്. അത് പറഞ്ഞിരിക്കുക. അപ്പൊ ഏത് കമ്മിറ്റിയാണ് ERD എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന ഈ കമ്മി അല്ലെങ്കിൽ ഈ ഒരു ഡെഫിസിറ്റ് സജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് രംഗരാജൻ കമ്മിറ്റിയാണ്. സോ ഐ തിങ്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, ആ കമ്മിറ്റിയുടെ പേര് പറഞ്ഞില്ലായിരുന്നു. സോ യു ഹാവ് ടു ആഡ് ദിസ് പോയിന്റ് ഇൻ യുവർ ക്ലാസ് നോട്ട്. നിങ്ങളുടെ ക്ലാസ് നോട്ടിൽ ആഡ് ചെയ്യുക ഈ പറഞ്ഞ രംഗരാജൻ കമ്മിറ്റിയുടെ പേര്. ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് അത് ഞാൻ പറഞ്ഞിട്ടില്ല. ആരുടെ സമയത്തെന്ന് പറഞ്ഞിരുന്നു, പ്രണബ് മുഖർജി സമയത്താണ് അത് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഏത് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്? ഇറ്റ് ഈസ് രംഗരാജൻ കമ്മിറ്റി ഓൺ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ്. This committee has suggested the inclusion of effective revenue deficit in the budget document. So, the answer എന്താണ് അപ്പോ? Answer is A. Then, next question. With reference to primary deficit ആണ്. Primary deficit is the sum of fiscal deficit and interest payment. ആണോ? നമ്മൾ പറഞ്ഞു, റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞാണ്. സോ ദാറ്റ് നിങ്ങളുടെ കൺസെപ്റ്റ് മറന്നു പോകരുത്, ഇക്വേഷൻ മറന്നു പോകരുത്. വൺസ് യു നോ ദ ഇക്വേഷൻ യു ക്യാൻ റൈറ്റ് എനി ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ക്വസ്റ്റൻ. നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ എന്തായിരുന്നു പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. സോ ഈസ് ദ സം ആണോ? അല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. സെക്കൻഡ്, പ്രൈമറി ഡെഫിസിറ്റ് ഇൻക്ലൂഡ്സ് ദ ബർഡൻ ഓഫ് പാസ്റ്റ് ഡെറ്റ് ആണോ? ഇൻക്ലൂഡ്സ് ആണോ? പറഞ്ഞല്ലേ ഇക്വേഷൻ. പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോ ഫിസിക്കൽ ഡെഫിസിറ്റ് നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ പാസ്റ്റ് borrowings or previous borrowings, മുന്നേ ഉള്ള ബോറോയിങ്സിന് മേലെ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ബോറോയിങ്സ് കുറച്ച് ശേഷം കിട്ടുന്നതാണെന്ത്? പ്രൈമറി ഡെഫിസിറ്റ്. സോ ഇൻക്ലൂഡ്സ് ആണോ? എക്സ്ക്ലൂഡ്സ് ആണ്. വി വിൽ ഗെറ്റ് ഈ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ, സപ്പോസ് ഇത് 100 വിചാരിക്കുക, ഇത് 50 വിചാരിക്കുക, പ്രൈമറി ഡെഫിസിറ്റ് എത്ര ആയിരിക്കും? 50. ഈ 50 എന്തില്ല? ഈ 50 എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡെഫിസിറ്റിനകത്ത് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ വാല്യൂ ഓർ ബർഡൻ ഓഫ് പാസ്റ്റ് ഡെറ്റ്.
മുന്നേ ഉള്ള ലോണിന്റെ ഒരു ബർഡൻ ഈ വാല്യൂവിൽ കാണില്ല. ഇൻക്ലൂഡ്സ് അല്ല, എക്സ്ക്ലൂഡ്സ് ആണ്. സോ ചോദ്യം എന്താണ്? ഏതൊക്കെയാണ് ശരിയെന്നാണ്? നെയ്തർ വൺ നോർ ടു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement regarding the estimated revenue and expenditure of the government mentioned in the budget 2023-24 are incorrect എന്ന് ചോദിച്ചാൽ താഴെ തന്നവയിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The major component of revenue receipt is borrowings followed by GST and corporate tax. ഇത് ശരിയാണോ? Is that statement correct? ഹലോ, തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റാണ്? കമന്റ് ചെയ്യൂ, അല്ലെങ്കിൽ പറയൂ. You can either switch on the mic and express your opinion, or you can use chat box. എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്? Why? But why? പറയൂ, പറട്ടെ. ഓർമ്മയുണ്ടോ നോക്കട്ടെ. ആൻസി മാം, സിന്ധു മാം, ലിമിയ മാം, നിങ്ങൾ ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇത്തരം പറയില്ലെന്ന് എനിക്കറിയാം. പറയൂ. ആ പറഞ്ഞോളൂ. എന്തോ? എന്താ വേണം? കറക്റ്റ് ആണോ? ചോദ്യം എന്താണ് വേണം? തെറ്റാണ്. ഇൻകറക്റ്റ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്? ഇൻകറക്റ്റ് ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഞാൻ ചോദ്യം എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇതിലെന്താ ചോദിച്ചേക്കുന്നേ? മേജർ കമ്പണന്റ് ഓഫ് റവന്യൂ റെസിപ്റ്റ് എന്നാ പറഞ്ഞേ. ബോറോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ? ബോറോയിങ്സ് ഈസ് നോട്ട് എ റവന്യൂ റെസിപ്റ്റ്. ചോദ്യം ഒരു ശരിയാ. GST ആണ് എന്ത് ആദ്യം വരുന്ന കോമ്പണന്റ്. ശരിയാണ്. റവന്യൂ റെസിപ്റ്റിന്റെ ഫസ്റ്റ് കോമ്പണന്റ് GST ആണ്. നമുക്കറിയാം ഇൻ ദ റവന്യൂ റെസിപ്റ്റ് ഏതൊക്കെയാ വരുന്നേ? ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. അതിൽ ടാക്സ് റവന്യൂല് വി ക്യാൻ സി GST ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. ദെൻ നോൺ ടാക്സില് സർക്കാരിന്റെ മറ്റുള്ള ഫീസ് പേയ്മെന്റ്സ് ഒക്കെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ചോദ്യം വേറെ എന്താണ്? ദ മേജർ കമ്പണന്റ് ഓഫ് റവന്യൂ റെസിപ്റ്റ് ഈസ് ബോറോയിങ്സ് എന്ന് പറഞ്ഞു. ബോറോയിങ്സ് എന്താണ്? റവന്യൂ റെസിപ്റ്റ് അല്ല, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ദെൻ സെക്കൻഡ്, regarding the spending on schemes, the centrally sponsored schemes cost the government more than the central sector schemes. So when we discuss the revenue expenditure and capital expenditure, നമ്മൾ ഈ ഡയഗ്രം കാണിച്ചാണ്. അപ്പൊ അന്ന് പറഞ്ഞിരുന്നു സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് 100% ഫണ്ട് ചെയ്യുന്ന സ്കീമാണ് സെൻട്രൽ സെക്ടർ സ്കീം. സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുമ്പോഴോ നമ്മുടെ ഗവൺമെന്റ് പാർഷ്യലി മാത്രം ഫണ്ട് ചെയ്യുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? പ്രധാനമന്ത്രി നമ്മുടെ ഗ്രാം സഡക് യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ഇല്ലേ? സോ ഏർലിയർ മുൻകാലത്ത് 2000-ലാണ് ഈ സ്കീം വരുന്നത്, ഗ്രാം സഡക് യോജന വരുന്നത്. സോ ഇനിഷ്യലി ഈ സ്കീം ഒരു സെൻട്രൽ സെക്ടർ സ്കീമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമായി ഗവൺമെന്റ് മാറ്റപ്പെട്ടു. ആൻഡ് ആ സമയത്ത് യു ക്യാൻ സി there were various criticism from the state government regarding that scheme. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീമില് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 30% ഫണ്ട്, 30% അപ്രോക്സിമേറ്റ് ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്കീം എന്ത് പേരിൽ അറിയപ്പെടുന്നേ? പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്നാണ്. സോ യു ക്യാൻ സി നിലവില് ഇപ്പോഴായാലും 2014 ശേഷം യു ക്യാൻ സി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. അതായത്
പൂർണ്ണമായും ഫണ്ടിങ് ആരല്ല? കേന്ദ്ര ഗവൺമെന്റ് അല്ല, സംസ്ഥാന ഗവൺമെന്റ് ഷെയർ ഉണ്ട്. 30% ഷെയർ സംസ്ഥാന ഗവൺമെന്റ് ഇടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ സ്കീം ആരുടെ പേര് മാത്രം അറിയപ്പെടുന്നത്? കേന്ദ്ര ഗവൺമെന്റ് പേര് മാത്രമാണ്. സോ ദർ വാസ് ക്രിറ്റിസിസം ഫ്രം ദ വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ്. കാരണം എന്താ? അവിടെ പേര് വരുന്നില്ല. അപ്പൊ നോക്കുമ്പോ നമ്മളൊരു സ്കീം കാണുകയാണ്. ഇപ്പം പ്രധാനമന്ത്രി കൃഷിസിഞ്ച യോജന, അല്ലെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അല്ലെ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന് കാണുമ്പോൾ വി കൻ ഐഡന്റിഫൈ ഇറ്റ് ആസ് എ സെൻട്രൽ സ്കീം. അതെന്താ? കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണെന്ന് ഐഡന്റിഫൈ. സംസ്ഥാനത്തിന് ഒരു ഷെയർ ഉണ്ടെന്ന് ആരും എന്ത് ചെയ്യത്തില്ല? ഐഡന്റിഫൈ. നമുക്കറിയാലോ, എല്ലാവരും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഏത് ഗവൺമെന്റ് ആയാലും ആൾക്കാർക്ക് വേണ്ടി ഒരു പൈസ ചെലവാക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? ആൾക്ക് അറിയണം, ഞങ്ങൾ ചെലവാക്കിയതാണ്, അല്ല ഇന്ന ഗവൺമെന്റ് ചെലവാക്കിയതാണ് എന്നറിയണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലല്ലേ അടുത്ത വട്ടം അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വി ക്യാൻ സി സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഷെയർ എന്താ? കുറവായിരിക്കും. സെൻട്രൽ സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ? കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ചെയ്യുന്ന, പൂർണ്ണമായിട്ടും ഇംപ്ലിമെന്റ് സ്കീമാണ്. ഉദാഹരണം പറയുമ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നമുക്കെല്ലാം അറിയാവുന്ന ഒരു സ്കീമാണ്. PM കിസാൻ എന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ കൊടുക്കുന്ന സ്കീമാണ്. ഇതിൽ ആരാണ് പൂർണ്ണമായി ഫണ്ട് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. സോ വി ക്യാൻ സി PM കിസാൻ എന്താ? ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സോ ഇവിടെ ചോദിച്ചത് സെൻട്രൽ സ്പോൺസേർഡ് സ്കീമിനാണ് കൂടുതൽ പൈസ ഗവൺമെന്റ് ചെലവാക്കുന്നത് ചോദിച്ചാൽ ആണോ? അല്ല. സെൻട്രൽ സെക്ടർ സ്കീമിനാണ് എന്ത്? സെൻട്രലി സ്പോൺസേർഡ് സ്കീമിനേക്കാൾ കൂടുതൽ പൈസ കേന്ദ്ര ഗവൺമെന്റ് ചെലവാക്കുന്നത്. സോ യു ക്യാൻ സി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ദെൻ തേർഡ് നോക്കൂ. The disinvestment proceeds of the government exceeds the revenue receipt in the financial year 2021-22. So, ഇത് ഇയർ മാറിപ്പോയി, സോറി, 23-24 വേണം. 23-24. സോ 23-24 ആയാലും 21-22 ആയാലും യു ക്യാൻ സി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് ദാൻ റവന്യൂ റിസീപ്റ്റ്. ഓർത്തു നോക്കുക, റവന്യൂ റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട് അതിനകത്ത്? ടാക്സ്, നോൺ ടാക്സ്, ഇവയെല്ലാം ഉൾപ്പെടുന്നതല്ലേ ഈ പറഞ്ഞ റവന്യൂ റിസീപ്റ്റ്. ആൻഡ് ദാറ്റ് കോമ്പണന്റ് ഈസ് വെരി ഹൈ ദാൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ്. സോ യു ക്യാൻ സീ ദ ഡയഗ്രാം നോക്കൂ. ഈ പറഞ്ഞ GST, കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, എക്സസ് ഡ്യൂട്ടി, ഇത് തന്നെ എന്തുണ്ട്? ഏകദേശം 50% എബവ് വരുന്നുണ്ട്, അല്ലേ? 17 + 15, 32 + 15, 47. സോ വി ക്യാൻ സി ഒരു 50% എബവ് എന്താണ്? ടാക്സ് റവന്യൂ വരുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ, എവിടെ വരുന്നേ? നോൺ ഡെറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ്. അതിനുള്ളിൽ വരുന്നതാണ് എന്ത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് റെസിപ്റ്റ്, അതുപോലെ റിക്കവറി ഓഫ് ലോൺ, അതൊക്കെ. സോ ദാറ്റ് ഈസ് എ നെഗ്ലിജിബിൾ പോയിന്റ്. ഇവിടെ പറഞ്ഞ എന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീഡ്സ് എക്സീഡ്സ് എന്നാ പറഞ്ഞത്, അതിനേക്കാളും കൂടുതലാണെന്നാ പറഞ്ഞത്. സോ ബൈ ലോജിക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് തെറ്റാണെന്ന് വിചാരിക്കാം. സോ യു ക്യാൻ സി 1, 2, 3 ഇവയെല്ലാം എന്താ? ഇൻകറക്റ്റ് ആണ്. സോ D is the answer. Then next question is, consider the following statement regarding zero-based budgeting. The idea was first proposed by Peter Fair. ഞാൻ പറഞ്ഞതാണ്, Peter Fair ആണ് ഈ ഒരു ഐഡിയ ആദ്യമായി പ്രപ്പോസ് ചെയ്തത്. First statement is correct. Then second, in this method, all expenses are evaluated each time a budget is made, and expenses must be justified for each new period. So എന്തായിരുന്നു സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ? Whenever a government is preparing a budget for the coming financial year, the government will assume that there is no previous budget to refer to. നമ്മുടെ സർക്കാരിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴയ ബഡ്ജറ്റ് ഇല്ല, there is no reference budget എന്ന് അസ്യൂം ചെയ്തിട്ട് ഒരു പുതിയ ബഡ്ജറ്റായിട്ട്, ഒരു സീറോ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയ ബഡ്ജറ്റാണ് എന്ത് ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ the items mentioned in the budget document will be discussed from the beginning, will be discussed as a whole. അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ആസ് എ ന്യൂ സ്കീം, ഒരു പുതിയ സ്കീമായിട്ട്, ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്യും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
So answer is C, both 1 and 2. Then next, as per the FRBM Act, which of the following statement need to be submitted by the central government in the parliament? Medium term fiscal policy status statement. Undallo, medium term fiscal policy status statement is there. Fiscal policy status statement അതുകൊണ്ട് മൈക്രോ എക്കണോമിക് അല്ല, ഇറ്റ് ഈസ് മാക്രോ എക്കണോമിക് ആണ്. 3 ഇല്ല. Then medium term expenditure framework statement അതുകൊണ്ട്. So answer എന്താ? So we can see 4 ഡോക്യുമെന്റ് വരുന്നത്. ഏതൊക്കെയാണ്? മീഡിയം ടേം fiscal policy statement, fiscal policy strategy statement, macroeconomic framework statement, medium term expenditure framework statement. So answer on the 1, 2, and 4 only. 3 and the microeconomic macroeconomic framework statement. So ശ്രദ്ധിച്ചു വായിക്കണം. So 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 3 എന്ത് വരത്തില്ല, ഇൻക്ലൂഡ് ചെയ്യത്തില്ല. Then consider the following statements regarding grants. The first one, additional grants are granted when the amount authorized by the parliament through the Appropriation Act for a particular service for the financial year is found to be insufficient. ആണോ? ഒരു സ്കീമിന് വേണ്ടി ഗവൺമെന്റ് പൈസ അനുവദിച്ചു, അതിനുശേഷം അറിയുന്നത് എന്ത്? ആ പൈസ പോരായിരുന്നു, കുറച്ചുകൂടെ പൈസ ആവശ്യമുണ്ട്. അപ്പോൾ എന്താ വരുന്നത്? There will be supplementary grant available. Okay, so ഒരു സ്കീമിന് പൈസ അനുവദിച്ചു. എക്സാമ്പിൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? MG നരേഗ. നമ്മുടെ കോവിഡ് ടൈമില് 2020-21 കാലഘട്ടത്ത് ബഡ്ജറ്റ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. ആ സമയത്ത് MG നരേഗയ്ക്ക് അനുവദിച്ച തുക കുറവായിരുന്നു. എന്നാൽ പിന്നെ കോവിഡിന്റെ സമയത്ത് ഗവൺമെന്റ് ഫൈൻസ് ദാറ്റ് ആ പൈസ പോരാ, there needs more fund for MG നരേഗ സ്കീം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. So government എന്ത് ചെയ്തു? More funds were demanded. എങ്ങനെ? By supplementary grants. So first one എന്താ? Additional grant അല്ല, supplementary grant ആണ്. Then supplementary grants are granted when a need has arisen during the current financial year for additional expenditure upon some new service not contemplated in the budget for that year. ഇതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് about PM Kisan scheme. 2018 ഡിസംബർ മുതലാണ് ഈ സ്കീം അനൗൺസ് ചെയ്തത്. എന്നാൽ 2018-19 when the government announced the budget, there was no such scheme. PM Kisan എന്ന സ്കീമിനെ പറ്റി എന്ത് ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. 2019 ബഡ്ജറ്റ് അനൗൺസ് ചെയ്തപ്പോ, അല്ലെ 2019 ഗവൺമെന്റ് എന്ത് ചെയ്തു? മുൻകൂട്ടി മുൻകാല പ്രാബല്യത്തോടുകൂടിയാണെന്ത് PM കിസാന് അനുവദിക്കുന്നത്. സോ 2018 ഡിസംബർ മുതലാണെന്ത് ആ പേയ്മെന്റ് വരുന്നത്. സോ യു ക്യാൻ സി ഒരു പുതിയ സ്കീമാണ്, മുന്നേ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുന്നേ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറയുന്നതല്ല, അല്ലെങ്കിൽ നിലവിലെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞതല്ല. എന്നിട്ടും ഒരു പുതിയ സ്കീം വരുന്നു. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും? പുതിയ പൈസ അല്ലെങ്കിൽ പുതിയ ഫണ്ട് കണ്ടെത്തേണ്ടി വരും. സോ ദിസ് സ്കീം വാസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ കറന്റ് ബഡ്ജറ്റ്. കറന്റ് ബഡ്ജറ്റിൽ പറഞ്ഞായിരുന്നില്ല. സോ വെൻ എ ന്യൂ സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഗവൺമെന്റ് നീഡ്സ് ന്യൂ ഫണ്ട്സ്. അതാണ് എന്ത്? അഡീഷണൽ ഗ്രാന്റ്. സപ്ലിമെന്ററി അല്ല, അഡീഷണൽ. രണ്ടും എന്തായിപ്പോയി? ഉൾട്ടയായിപ്പോയി. സോ ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. സോ എന്താ? തെറ്റെന്നാണ്, രണ്ടും തെറ്റാണ്. Then which of the following statements regarding deficits in the Indian budgeting are correct? So നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, റിപ്പീറ്റ് ചെയ്യാന്നല്ലോ ക്വസ്റ്റ്യൻ. So revenue deficit and fiscal deficit cannot be equal under any circumstances. നമ്മൾ പറഞ്ഞു ഇത് തെറ്റാണ്. Then when revenue deficit is accompanied with fiscal deficit, അല്ലല്ലോ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റും വരുമ്പോഴാണ് ഡെഫിസിറ്റ് പറയുന്നത്. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ഓൾവേസ് ഹയർ, അതും അല്ല. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, സോറി റിപ്പീറ്റ് ചെയ്തു. സോ ആൻസർ ഡി ആണ്, നൺ ഓഫ് ദീസ്. എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. Then next, which of the following is or are correct regarding
ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ്ങില് ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് helps the country's fiscal deficit within acceptable limit. Off-budget financing is considered while calculating fiscal indicators. Off-budget financing is undertaken only for capital expenditure. First time നോക്കൂ, നമ്മൾ പറഞ്ഞു ഓഫ് ബഡ്ജറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സർക്കാർ നേരിട്ട് ബോറോ ചെയ്യുന്നില്ല. സർക്കാർ നേരിട്ട് ബോറോ ചെയ്യുന്നതാണ് അവിടെ വരുന്നത്, ഫിസിക്കൽ ഡെഫിസിറ്റ് വരുന്നത്. സോ ഒരു കൺട്രി വിചാരിക്കുകയാണ്, ഒരു ഗവൺമെന്റ് വിചാരിക്കുകയാണ്, വി നീഡ് ടു കീപ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻ പെർമിസിബിൾ ലിമിറ്റ്. ഈ പറഞ്ഞ 4.5% അല്ലെങ്കിൽ 3% അല്ലെങ്കിൽ 3.5% എന്നിങ്ങനെയുള്ള ലിമിറ്റിനകത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് കീപ്പ് ചെയ്യണം എന്ന് ഗവൺമെന്റ് വിചാരിക്കുകയാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ക്യാൻ റിലൈ ഓൺ ഓഫ് ബഡ്ജറ്റ് മെക്കാനിസം. കാരണം ഓഫ് ബഡ്ജറ്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ സർക്കാർ നേരിട്ട് ബോറോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ FCIയോട് 2021 കാലത്ത് FCIയോട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കടം വാങ്ങാൻ പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് കേന്ദ്ര ഗവൺമെന്റ് കടം വാങ്ങിയിട്ട് FCI കൊടുക്കുന്നതിന് പകരം FCI എന്ത് പറഞ്ഞു? നിങ്ങൾ കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഞങ്ങൾ തരാനുള്ള പൈസ കണ്ടെത്തുക എന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോ ഗവൺമെന്റ് ബോറോയും കുറഞ്ഞില്ലേ? സർക്കാർ നേരിട്ട് ബോറോ ചെയ്തോ? ഇല്ല. സോ ഓഫ് ബഡ്ജറ്റ് മെക്കാനിസം can help the country to keep fiscal deficit within acceptable limit. So first statement ശരിയാണ്. Then second, off budget financing is considered while calculating fiscal indicators. നമ്മുടെ RDO, FDO, revenue expenditure, capital expenditure കൺസിഡർ ചെയ്യുമ്പോൾ ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ് കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. It is not considered while calculating fiscal indicators. നമ്മുടെ FDO, RDO ഒക്കെ പറയുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റോ റവന്യൂ ഡെഫിസിറ്റോ ഒക്കെ മെഷർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഓഫ് ബഡ്ജറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ് കൺസിഡർ ചെയ്യുന്നില്ല. Then off budget financing is undertaken only for capital expenditure. Only ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മുടെ സർക്കാർ സബ്സിഡി നേരത്തെ എടുത്തു നോക്കൂ, FCIയോട് കടം വാങ്ങാൻ പറഞ്ഞു. I told that is a ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ് ആണെന്ന് പറഞ്ഞു. ആ സബ്സിഡി കൊടുക്കാൻ വേണ്ടിയല്ലേ കടം വാങ്ങിയത്? നമ്മുടെ ഗവൺമെന്റിന് 100 കോടി രൂപ, സപ്പോസ് 100 കോടി രൂപ സബ്സിഡി ഇനത്തില് FCIക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്ത് പറഞ്ഞു? FCI കടം വാങ്ങുക 100 കോടി ഫ്രം ദ മാർക്കറ്റ്. സോ ഇതെങ്ങു വേണ്ടിയാ പോയത്? ഈ 100 കോടി എന്തിനു വേണ്ടിയാ പോയത്? സബ്സിഡി എമൗണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? സബ്സിഡി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ആണ്, റവന്യൂ ചിലവല്ലേ? സോ ഇവിടെ പറഞ്ഞ എന്താ? ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വി കനോട്ട് സേ ദാറ്റ് ഓഫ് ബഡ്ജറ്റ് ഫിനാൻസിങ് ഈസ് ഓൺലി ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് അണ്ടർടേക്കൻ ഫോർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആസ് വെൽ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മുടെ കിഫ്ബിയുടെ കേസ് പറയുമ്പോൾ കിഫ്ബി പൈസ കടം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റോഡ് പണിയുന്നു, പാലം പണിയുന്നു, സ്കൂൾ റെനോവേറ്റ് ചെയ്യുന്നു. സോ അവിടെ എന്താണ്? മൂലധന ചെലവാണ്. സോ ദിസ് മെക്കാനിസം ക്യാൻ ബി യൂട്ടിലൈസ്ഡ് both for revenue expenditure as well as capital expenditure. So തേർഡും തെറ്റാണ്. സോ ആൻസർ എന്താണ്? A1 only. സോ നിങ്ങൾ എന്ത് ചെയ്യുക? യു ഹാവ് ടു റീഡ് ദ കീ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആഫ്റ്റർ യു കംപ്ലീറ്റ് ദ ടെസ്റ്റ്, നിങ്ങൾ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ആൻസർ മാർക്ക് ചെയ്ത് ആൻസർ കീ ഒക്കെ മാർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ കീ മൊത്തം വായിക്കുക. നിങ്ങൾക്ക് ഉത്തരം ശരിയായിരിക്കാം, ഉത്തരം തെറ്റായിരിക്കാം, ഏത് കേസ് ആയാലും ആ കീ പൂർണ്ണമായിട്ട് വായിക്കുക. ഒരു 17 പേജസേ ഉള്ളൂ. ആൻഡ് യു ക്യാൻ സി ഒരു ഹാഫ് ആൻ അവർ, ഒരു 1 hour സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ റീഡ് ദ എൻറ്റയർ കീ. സോ കീ വായിക്കാനായിട്ട് ശ്രദ്ധിക്കും. Then next question, which was the statement regarding contingency fund is or are incorrect? Incorrect, correct. Contingency fund was established under Article 267, 1 of the Constitution, is in the nature of an interest which is placed at the disposal of President of India. After the emergency has been dealt with, the withdrawn amount in the contingency fund is reimbursed to its full capacity, taking the money from the
public account. Recently, the government of India has increased the size of contingency fund from 500 crore to 3 lakh crore. ഇതില് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണോ? പറഞ്ഞാണ് there are 3 types of funds പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 266 സബ് ക്ലോസ് 1 അതായിരുന്നു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ. ആർട്ടിക്കിൾ 266 സബ് ക്ലോസ് 2 അതായിരുന്നു പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞ. ആർട്ടിക്കിൾ 267 സബ് ക്ലോസ് 1 that is contingency fund of India. It is kept under the disposal of President of India ആണ്. ഒരു എമർജൻസി ഫണ്ടായിട്ട് സർക്കാരിന് പാർലമെന്റിന്റെ സമ്മതമില്ലാതെ, പാർലമെന്റിന്റെ അംഗീകാരമില്ലാതെ സർക്കാരിന് പിൻവലിക്കാൻ കഴിയുന്ന ഒരു എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യുന്ന ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട്. ആൻഡ് യു ക്യാൻ സി ഇത് സൈൻ ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് സൈൻഡ് ബൈ ഫിനാൻസ് സെക്രട്ടറി ആണ്. പ്രസിഡന്റിന്റെ കീഴിലാണ് ഇരിക്കുന്നെങ്കിലും സൈൻ ചെയ്യുന്നത് ഫിനാൻസ് സെക്രട്ടറി ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Then after the emergency has been dealt with, from contingency fund ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പൈസ അല്ലെ എന്തെങ്കിലും ഒരു ചെലവ് ഗവൺമെന്റ് മീറ്റ് ചെയ്തു. സപ്പോസ് ഒരു ഫ്ലഡ് ഉണ്ടായി, ആ ഫ്ലഡിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി പൈസ മീറ്റ് ചെയ്തു, ഉപയോഗിച്ചു. അതിനുശേഷം when the parliament summons, പാർലമെന്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? The government need to inform the parliament. പാർലമെന്റ് ഇൻഫോം ചെയ്യണം എന്തിനു വേണ്ടിയാണ് ആ പൈസ ഉപയോഗിച്ചത്. അതുകൂടാതെ എത്ര പൈസ പിൻവലിച്ചോ അത്രയും പൈസ തിരിച്ച് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? പാർലമെന്റിനോട് ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്യും. അതിന് എവിടെ നിന്നാ പൈസ റീഇംബേഴ്സ് ചെയ്യുന്നത്? പബ്ലിക് അക്കൗണ്ടിൽ നിന്നാണോ? അല്ല, ഇറ്റ് വിൽ ബി റീഇംബേഴ്സ്ഡ് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ആണ്. ഇറ്റ് ഈസ് നോട്ട് റീഇംബേഴ്സ്ഡ് ഫ്രം പബ്ലിക് അക്കൗണ്ട്, ഇറ്റ് ഈസ് റീഇംബേഴ്സ്ഡ് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് India. So we can see the second statement is incorrect. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് ഈ അടുത്തിടയില് കണ്ടിജൻസി ഫണ്ട് എൻലാർജ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. മുൻപ് 500 കോടിയായിരുന്നു. ഈ 500 കോടിയിൽ നിന്ന് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തേ? 3 lakh crore ആണോ? അല്ല, ഇറ്റ് വാസ് ഇൻക്രീസ് ടു 30,000 crore ആണ്. സോ തേർഡും തെറ്റാണ്. സോ യു ക്യാൻ സി ഇൻ ഗവൺമെന്റ് ഹാസ് ഇൻക്രീസ്ഡ് ദ എമൗണ്ട് ടു 3,000 അല്ല കേട്ടോ, 30,000 crore. 500 നിന്ന് 30,000 കോടിയായിട്ടാണ് ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്തത്. സോ ഒന്ന് കറക്റ്റ് ചെയ്യണേ കീയില്. കീ 500 കോടി നിന്ന് 30,000 കോടിയായിട്ടാണ് ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്തത്. സോ ആൻസർ വിൽ ബി ഡി, 1 only. സോ പ്ലീസ് കറക്റ്റ്, ഒന്ന് കറക്റ്റ് ചെയ്യാം. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കീയിൽ എറർ വന്നതാണ്. 500 to 30,000 crore. Then the Fiscal Responsibility and Budget Management Act Review Committee has recommended a debt to GDP ratio of 60% for the general government by 2023. So നമ്മൾ പറഞ്ഞാണിത്. നമ്മുടെ FRBM കമ്മിറ്റി, NK സിംഗ് ഹെഡ് ചെയ്ത FRBM റിവ്യൂ കമ്മിറ്റി ഹാസ് റെക്കമെൻഡഡ് ദാറ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കടം GDP കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി 60% എന്ന് പറയുന്നുണ്ട്. അതില് 20% സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിനും 40% സെൻട്രൽ ഗവൺമെന്റും ആയിരിക്കണം. സോ 60% ആയിരിക്കണം എന്ത്? ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറഞ്ഞു. അതിൽ 20% സ്റ്റേറ്റിന്റെ ഡെറ്റ് ടു GDP റേഷ്യോ, 40% സെൻട്രൽ ഗവൺമെന്റിന്റെ. ഈ 20 എന്ന് പറയുമ്പോൾ എൻറ്റയർ സ്റ്റേറ്റിന്റെ കേട്ടോ, എൻറ്റയർ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ ഡെറ്റ് ടു GDP റേഷ്യോ 20%. കേന്ദ്ര ഗവൺമെന്റ് മാത്രം 40%. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ശരി. Then the central government has domestic liabilities of 21% of GDP compared to state government has 49%. തിരിച്ചാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണെന്ത് GDP കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കടമുള്ളത്. സോ നമ്മൾ കണ്ടിരുന്നു, ഐ തിങ്ക് യു മേ റിമെമ്പർ, ടോട്ടൽ ഡെറ്റ് ടു GDP റേഷ്യോ എന്നൊരു ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദ ക്ലാസ് ഐ ഹാവ് ഷോൺ യു എ ഗ്രാഫ്
ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഡെറ്റ് ടു GDP റേഷ്യോ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഡെറ്റ് GDP റേഷ്യോ പറഞ്ഞിരുന്നു. അതിൽ നോക്കുവാണെങ്കിൽ ഓൺ ആവറേജ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് 20 to 25% ആണ്. 25 വരുന്നില്ല, 20 to 25% അപ്രോക്സിമേറ്റ്ലി സ്റ്റേറ്റ് വരുന്നുണ്ട്. ആൻഡ് സെൻട്രൽ പറയുകയാണെങ്കിൽ 45 to 50% സെൻട്രൽ വരുന്നുണ്ട്. ലയബിലിറ്റി 46 ഒക്കെയാണ് വരുന്നത്. സോ യു ക്യാൻ സി സ്റ്റേറ്റ്മെന്റ് എന്ത് പറ്റി, തിരിഞ്ഞുപോയി. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലയബിലിറ്റി കുറവാണ് കമ്പയർ ടു സെൻട്രൽ. സോ നമ്മുടെ GDP-യോടെ കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് മോർ ഡെറ്റ് compared to the state governments. So second statement is incorrect. Then as per the Constitution of India, it is mandatory for a state to take the central government's consent for raising any loan if the former owes any outstanding liability to the later. So ഈ former later എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോൺ എടുക്കാൻ പോവാണ്. ആൻഡ് ആ സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് നീഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. എപ്പോ? ഇഫ് ദ ഫോമർ, ഈ ഫോമർ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? സ്റ്റേറ്റിനെയാണ്. ആൻഡ് ലേറ്റർ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനെയാണ്. സോ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കടമെടുക്കാൻ പോകുന്ന വേളയിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന് കടം കൊടുക്കാനുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന് കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ വേളയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നീഡ് ടു ടേക്ക് കൺസെന്റ് ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. ദാറ്റ് ഈസ് മാൻഡേറ്ററി. ശരിയാണ്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സോ ഇഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ്സ് എനി ഔട്ട്സ്റ്റാൻഡിംഗ് liability to the central government, the state government need to take permission from the central government for raising any further loan. പുതിയ ലോൺ റേസ് ചെയ്യുമ്പോൾ പെർമിഷൻ മേടിക്കേണ്ടത് അനിവാര്യമാണ്. സോ 1 ഉം 3 ഉം ശരിയാണ്, 2 തെറ്റാണ്. ഇതൊരു പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ സി ആണ്. 1 and 3 only are correct. Then ആർട്ടിക്കിൾ 293 സബ് ക്ലോസ് 3-ലാണ് ഈ ഒരു കാര്യം പറയുന്നത്. സോ ആർട്ടിക്കിൾ 293 സബ് ക്ലോസ് 3, അതുപോലെ ആർട്ടിക്കിൾ 293 സബ് ക്ലോസ് 1, all these mentions about the state government debt, state government borrowing, സംസ്ഥാന ഗവൺമെന്റ് ബോറോയിങ്ങിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 293 സബ് ക്ലോസ് 1 ഉം 293 സബ് ക്ലോസ് 3 ഉം പറയുന്നത്. സോ 293 സബ് ക്ലോസ് 1 പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ ബോറോ ഓൺലി ഫ്രം ഡൊമസ്റ്റിക് സോഴ്സ് എന്നാണ്. ആ 293 സബ് ക്ലോസ് 3 പറയുന്നത് ആസ് ലോങ് ആസ് എ സ്റ്റേറ്റ് ഹാസ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഫ്രം ദി സെൻട്രൽ ഗവൺമെന്റ്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ സെൻട്രൽ ഗവൺമെന്റ്സ് പ്രയർ പെർമിഷൻ ഓർ അപ്രൂവൽ ബിഫോർ ഇൻകറിംഗ് ഡെറ്റ്. സോ ആൻസർ സി ആണ്. 1 and 3 only. Then 21. Which of the following is not included under the revenue receipt? Revenue receipt ഉൾപ്പെടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാഷ് ഗ്രാന്റ്, ഗ്രാന്റിന് എന്ന് പറഞ്ഞാൽ റവന്യൂ റെസിപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റെസീറ്റ് ഫോർ ലോൺസ്, അതെന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. പ്രോഫിറ്റ്സ് ആൻഡ് ഡിവിഡൻഡ് ഓഫ് PSU, അതും എന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. ആൻഡ് യു ക്യാൻ സി ഇവയെല്ലാം എന്താ? നോൺ ടാക്സ് റെസീപ്റ്റ് ഓർ നോൺ ടാക്സ് റവന്യൂസ് വിച്ച് ഈസ് കമ്മിങ് അണ്ടർ റവന്യൂ റെസിപ്റ്റ് ആണ്. സോ റവന്യൂ റെസിപ്റ്റ് കീഴിൽ വരുന്ന നോൺ ടാക്സ് റവന്യൂയുടെ ഭാഗം വരുന്നതാണ് എയും ബിയും സിയും. എന്നാൽ ഡി എന്താണ്? മണി റേസ്ഡ് വയ കിസാൻ വികാസ് പത്ര. സോ വെൻ വി ടേക്ക് ദി ക്ലാസ്, കിസാൻ വികാസ് പത്രയെ പറ്റി ഞാൻ പ്രതിപാദിച്ചിരുന്നു. കിസാൻ വികാസ് പത്ര എന്താണ്? പബ്ലിക് അക്കൗണ്ടിൽ വരുന്നതാണ്. ആൻഡ് യു ക്യാൻ സി ഇത് ഒരുതരം ബോറോയിങ് അല്ലേ, നമ്മുടെ സർക്കാരിന്റെ ഒരു ബോറോയിങ് കണക്കാണത് കിസാൻ വികാസ് പത്ര. സോ മണി റിസീവ്ഡ് ബൈ കിസാൻ വികാസ് പത്ര, ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്, ക്യാപിറ്റൽ ഡെറ്റ് ക്രിയേറ്റിംഗ് റെസീപ്റ്റ് ആണ്. സോ യു ക്യാൻ സി ഡി മാത്രമാണ് എന്ത്? റവന്യൂ റെസിപ്റ്റിൽ ഉൾപ്പെടാത്തത്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, സോ അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത് കേട്ടോ. വാട്ട് ആർ ദ കമ്പണൻസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്ന എന്തൊക്കെയാണെന്ന് ചോദ്യം. ഫുഡ് സബ്സിഡീസ്, അതെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഗ്രാന്റ്സ് ഗിവൺ ടു സ്റ്റേറ്റ്സ്,
അതെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ലോൺ ഗിവൻ ടു സ്റ്റേറ്റ് ബൈ ദ സെന്റർ, അതെന്താണ്? ലോൺ എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ലേ? So it is a capital expenditure. Then interest payment for debt of center. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കടമുണ്ട്, ആ കടത്തിന് മേലെയുള്ള ഇൻട്രസ്റ്റ്, അതെന്താണ്? റവന്യൂ ചെലവാണ്. സോ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഫോർ ഡെറ്റ് ഓഫ് സെന്റർ, then grants to state, then food subsidies, ഇവയൊക്കെ എന്താണ്? ഇവയെല്ലാം റവന്യൂ ചെലവാണ്. 1, 2 and 4. These are the revenue expenditure of the government. So you can see answer, and the answer is D, 1, 2 and 4. ഇതില് 3 ഇല്ല. 3 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ലോൺ ഗിവൺ ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. Then union budget is presented on 1st February 2023. Has the following set of data. 2023 ഫെബ്രുവരി 1 നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഡേറ്റ ആർ പ്രസന്റ്? ഏതൊക്കെയാ വരുന്നത്? എസ്റ്റിമേറ്റ് ഓഫ് coming year, coming financial year, revised estimate of current financial year, actual figures of previous financial year. So budgetary estimate of coming financial year, അത് ശരിയാണ്. 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ ഫിഗേഴ്സ് ഉണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ? 3 sets of figures in the budget document എന്നൊരു സ്ലൈഡ് ഉണ്ടായിരുന്ന നോട്ടില് അത് നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന്. സോ വരുന്ന വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, ദാറ്റ് ഈസ് കറക്റ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് പ്രീവിയസ് ഇയർ, മുന്നേ ഉള്ള ഇയറിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണോ വരുന്നത്? അല്ലല്ലോ. മുന്നേ ഉള്ള വർഷത്തിന്റെ റിവൈസ്ഡ് അല്ല, ആക്ച്വൽ ഡേറ്റയാണ് വരുന്നത്. ആക്ച്വൽ ഡേറ്റ ഓഫ് പ്രിസീഡിംഗ് ഇയർ ആണ്. സോ പ്രിസീഡിംഗ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 2021-22 ആയിരിക്കും പ്രിസീഡിംഗ് ഇയർ. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാലോ 2022-23 ആയിരിക്കും കറന്റ് ഫിനാൻഷ്യൽ ഇയർ. കാരണം ആ സമയത്താണ് എന്ത്? ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. സോ 2022-23 is the financial year on which budget is presented. ഏത് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന? പക്ഷേ 2023-24 ഏപ്രിൽ 1, 2023 മുതൽ മാർച്ച് 31, 2024 വരെയുള്ള ബഡ്ജറ്റ് ആണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ആൻഡ് ആക്ച്വൽ ഡേറ്റ് ഓഫ് കറണ്ട് ഇയർ ആണോ? കറണ്ട് ഇയറിന്റെ ആക്ച്വൽ ഡേറ്റ് ആണോ? അല്ല, റിവൈസ്ഡ് ഡേറ്റ ഓഫ് കറണ്ട് ഇയർ ആണ്. സോ യു ക്യാൻ സി 3 ഉള്ളിയാണ് വരുന്നത്, ബാക്കി എന്താ? രണ്ടും തെറ്റാണ്. Then which of the following statement appropriately describes fiscal stimulus? Fiscal stimulus എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സർക്കാർ whenever an economy is facing a recession, നമ്മുടെ എക്കണോമിയിൽ എന്തെങ്കിലും സാമ്പത്തിക മാന്ദ്യമോ അല്ലെങ്കിൽ ഒരു സ്ലോ ഡൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമയത്ത് എക്കണോമി ഒന്ന് റിക്കവർ ചെയ്യാനായിട്ട്, എക്കണോമി ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സർക്കാർ എടുക്കുന്ന ഒരു മെഷർ ആണത് ഫിസ്ക്കൽ സ്റ്റിമുലസ്. നമ്മൾ പറയത്തില്ലേ സാമ്പത്തിക ഉത്തേജക പാക്കേജ് അല്ലെങ്കിൽ സാമ്പത്തിക ഉത്തേജക പാക്കേജ് അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജ് എന്ന് പറയാറുണ്ട്. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം ഈ ഓരോ സ്റ്റേറ്റ്മെന്റിലും ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫിസ്ക്കൽ സ്റ്റിമുലസിനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്കൂ, ഇറ്റ് ഈസ് എ മാസീവ് ഇൻവെസ്റ്റ്മെന്റ് ബൈ ദ ഗവൺമെന്റ് in manufacturing sector to ensure the supply of goods to meet the demand surge caused by rapid economic growth. So നമ്മുടെ ഗവൺമെന്റ് മാനുഫാക്ചറിംഗ് മേഖലയിൽ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? ടു ഇൻക്രീസ് ദ സപ്ലൈ. എന്തിനു വേണ്ടി? ടു മീറ്റ് ദ ഡിമാൻഡ് സർജ് കോസ്ഡ് ബൈ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞു
ഫിസിക്കൽ സ്റ്റിമുലസ് ആവശ്യം വരുന്നത് എപ്പോഴാണ്? എപ്പോഴെങ്കിലും എക്കണോമിയിൽ ഒരു ഇഷ്യൂ ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലെ സാമ്പത്തിക മോശമാകുമ്പോഴാണ് എന്ത് ഈ സ്റ്റിമുലസ് ആവശ്യം വരുന്നത്. എന്നിരുന്നാലും വേണ്ട, ആരും വിചാരിക്കണ്ട, സർക്കാർ ഈ പറഞ്ഞ ഗ്രോത്ത് ഉണ്ട്, എന്നിട്ടും ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അങ്ങനെയും പറയാം. പക്ഷെ കുഴപ്പം എന്താണ്? ഇവിടെ പറയുന്നത് മാനുഫാക്ചറിംഗ് മേഖല മാത്രമാണ്. ഇറ്റ് ഈസ് നോട്ട് ജനറലൈസിങ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുള്ളൂ. മാനുഫാക്ചറിംഗ് മേഖലയിലേക്ക് മാത്രം ഗവൺമെന്റ് മാസീവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തും ടു എൻഷുർ സപ്ലൈ ഓഫ് ഗുഡ്സ് ടു മീറ്റ് ദ ഡിമാൻഡ് സർജ് കോസ്ഡ് ബൈ റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് എന്നാ പറയുന്നത്. ദെൻ തേർഡ് നോക്കൂ, ഇറ്റ് ഈസ് ഗവൺമെന്റ്സ് ഇന്റൻസീവ് ആക്ഷൻ ഓൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു എൻഷുർ disbursement of loans to agriculture and allied sectors to promote greater food production and contain food inflation. So ഇവിടെ നോക്കൂ, ഉൽപാദനം വർദ്ധിപ്പിക്കുക. അപ്പൊ നോക്കുമ്പോ when you see A and C, ഇവിടെ രണ്ടിടത്തും എന്തുണ്ട്? നിർമ്മാണം വർദ്ധിപ്പിക്കാനായിട്ട്, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു എയിം അവിടെ വരുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോ ആ രണ്ടും ഒരൊറ്റ മേഖല മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, കാർഷിക മേഖല മാത്രം, അല്ലെ വ്യവസായ മേഖല മാത്രം. Then D നോക്കൂ, it is an extreme affirmative action by the government to pursue its policy of financial inclusion. സാമ്പത്തിക ഉൾപ്പെടുത്തൽ വ്യാപകമാക്കാനായിട്ട് സർക്കാർ ഒരു അഫർമേറ്റീവ് ആക്ഷൻ എടുക്കുന്നു. ഇപ്പം ജൻധൻ യോജന പോലുള്ള സ്കീം നടപ്പിലാക്കുന്നു, അതിന്റെ സ്ട്രിക്ട് ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കുന്നു. നോക്കുമ്പോ എന്താ, ഇവയെല്ലാം ഈ പറഞ്ഞ എയും സിയും ഡിയും ഇവയെല്ലാം എന്താ ഫൈനലി അത് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് എന്താ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കുഴപ്പം എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിലാണ് കുഴപ്പം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത് മൂലമുണ്ടായ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അതുപോലെ ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫുഡ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. ദെൻ നാഷണൽ ഇൻക്ലൂഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എക്സ്ട്രീം ആക്ഷൻ എടുക്കുന്നു എന്നാ പറയുന്നത്. പക്ഷെ നോക്കുമ്പോൾ ഫിസിക്കൽ സ്റ്റിമുലസ് പ്രധാനമായിട്ടും പൊതുവിൽ പറയുമ്പോൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എപ്പോഴാണ്? നമ്മുടെ എക്കണോമി ഇങ്ങനെ പതിയിരിക്കുകയാണ്, അനങ്ങുന്നില്ല. അപ്പൊ എക്കണോമി എന്ത് ചെയ്യണം? ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം, ഒന്ന് ഉണർത്തണം. നമ്മൾ സ്റ്റിമുലസ് ചേർത്തില്ലേ, സ്റ്റിമുലസ്. സോ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, അതാണ് എയിം ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കൂ, ഇറ്റ് ഈസ് ആൻ ഇന്റൻസ് അഫർമേറ്റീവ് ആക്ഷൻ ഓഫ് ദ ഗവൺമെന്റ് ടു ബൂസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി. സോ ദാറ്റ് ഈസ് മോർ പെർഫെക്റ്റ്. നമ്മുടെ എ വരത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എ വരാം, സിയും വരാമെന്നേ ഉള്ളൂ. പക്ഷെ ചോദ്യം എന്താണ്? അപ്രോപ്രിയറ്റ്ലി ഡിസ്ക്രൈബ്സ്. ഫിസിക്കൽ സ്റ്റിമുലസിനെ നന്നായി അപ്രോപ്രിയേറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ചോദിച്ചേക്കുന്നത്. ഏതാ സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഈസ് ആൻ ഇന്റൻസ് അഫർമേറ്റീവ് ആക്ഷൻ ബൈ ദ ഗവൺമെന്റ് ടു ബൂസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി. നമ്മുടെ കൺട്രിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന intense affirmative action. That is the most perfect answer. So answer and the answer is B. Then next question. With reference to Indian public finance, comes to the following statement. Disbursement from public account are subject to vote of parliament. ഞാൻ പറഞ്ഞു പബ്ലിക് അക്കൗണ്ടിലെ മോസ്റ്റ് ഓഫ് ദ ഫണ്ടിലും ഇപ്പം NIF പോലുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പോലുള്ള ചില ഫണ്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മെജോറിറ്റി കേസിലും ഗവൺമെന്റ് ഒരു ബാങ്കിനെ പോലാണ് ആക്ട് ചെയ്തത്. അവിടെ എന്ത് വേണ്ട? പാർലമെന്റ് പറയാറ് പോലെ ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ആൻഡ് കണ്ടിജൻസി ഫണ്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഉള്ള പോലെ തന്നെ സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്, കണ്ടിജൻസി ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. That appropriation and disbursement under railway budget were subject to the same form of parliamentary control as other appropriation and disbursement. So 2016 വരെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ യൂസ് ടു പ്രസന്റ് 2 ബഡ്ജറ്റ്സ്. റെയിൽവേ ബഡ്ജറ്റും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ബഡ്ജറ്റും ഉണ്ട്. ആൻഡ് റെയിൽവേ ബഡ്ജറ്റിലെയും ജനറൽ ബഡ്ജറ്റിലെയും പ്രവർത്തനങ്ങൾ ഒരേപോലാണ്. അപ്രോപ്രിയേഷൻ ആയാലും അതിന്റെ ഫണ്ട് വിഡ്രോവൽ ആയാലും ഓൾ ദ എന്താണ് ഈ പറഞ്ഞ ബഡ്ജറ്റിന്റെ പ്രോസസ്സ് അതെന്താണ് മാറ്റമൊന്നുമില്ല. ഇറ്റ് ഈസ് സെയിം ആണ്. നമ്മുടെ
ജനറൽ ബഡ്ജറ്റ് പോലെയാണെന്ത് റെയിൽ ബഡ്ജറ്റിലെയും ഈ പറഞ്ഞ ഫണ്ട് അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കുന്നതും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിമാൻഡ് ഫോർ ഗ്രാൻസ് പാസ്സാക്കുന്നതും എല്ലാം എന്താണ് സെയിം പ്രോസസ് ആണ്. സോ 3യും ശരിയാണ്. സോ ഇപ്പൊ ഉണ്ടോ ഇത്? ഇല്ല. ആൻസർ എന്താ? 2 and 3. 2 and 3, D is the right answer. So you can see hereby we have concluded our discussion of Abhyaas 5. Okay. Any doubt? There is some സംശയം ഉണ്ടോ? Now read to you. We can go to the next test discussion. Abhyaas 6 നമുക്ക് പോവാം. So you can go for a 1 minute or 2 minute break. പോവല്ലേ?